7 കോടി രൂപ ചെലവഴിച്ച ആധുനിക നിലവാരത്തിൽ നവീകരിച്ച നേരുമംഗലം നീണ്ടപാറ റോഡിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രിക്ക് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു. പൊതുമരാമത്ത് ആൻഡ് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. മണിയമ്പാറ SNDP ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആന്റണി ജോൺ MLA ഫലകം അനാച്ഛാദനം ചെയ്തു. കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാമോൻ KK, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM കണ്ണൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബു പടപ്പറമ്പത്ത്, വാർഡ് മെമ്പർമാരായ ഹരീഷ് രാജൻ, സുഹറ ബഷീർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ രേഖ ബിജു, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ A അൻഷാദ്, K ജോയ്, സിറിൽദാസ്, മനോജ് ഗോപി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ബിജു KS സ്വാഗതവും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിൻഡോ PV നന്ദിയും രേഖപ്പെടുത്തി. തികച്ചും ഗ്രാമീണ മേഖലകളിലൂടെ കടന്നുപോകുന്ന ഈ റോഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനമാണ് ഇപ്പോൾ സാധ്യമായിട്ടുള്ളതെന്നും MLA പറഞ്ഞു. വളരെ മനോഹരമായ റോഡുകൾ ഉണ്ടാകുമെന്ന് കരുതിയ പലരുമല്ല ഇവിടെ ഇതിൽ പങ്കെടുക്കുന്നത്. ഒട്ടേറെ മുതിർന്നവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഒന്നും ആയുസ്സിൽ നമ്മുടെ ഈ പ്രദേശത്ത് ഇതുപോലെ റോഡ് ഉണ്ടാവില്ല എന്ന് കരുതിയിരുന്നവരാണ്. അവരുടെ അത്തരത്തിലുള്ള ധാരണകളെല്ലാം തിരുത്തിക്കൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 9 വർഷക്കാലം ഭരണം പൂർത്തിയാക്കുമ്പോൾ സാധ്യമല്ല എന്ന് പലരും കരുതിയിരുന്ന ഈ വലിയ വികസന പദ്ധതിയാണ് ഒന്ന് 28 കോടിയും മറ്റത് 7 കോടിയും. ഞാനിത് പ്രത്യേകമായി സൂചിപ്പിക്കാൻ കാരണം ഇവിടെ ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് നാടിൻ്റെ ആകെ വികസനമാണ്. അതിൽ എല്ലാ വിഭാഗത്തിൻ്റെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇന്ന് ഞാൻ അത് സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഉണ്ടാകേണ്ട ഉത്തരവാദിത്തപ്പെട്ട പല ആളുകളും ഇതിനകത്ത് പങ്കെടുത്തില്ല എന്നുള്ളത് അത് വളരെ വേദനാജനകമായ കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഈ ഗവൺമെൻറ്റിൻ്റെ അവസാന വർഷത്തിലേക്ക് കിടക്കുകയാണ്. 10ാം വർഷവും നമുക്കറിയാം 1 വർഷക്കാലമാണ് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നുള്ളൂ. ഏതാനും മാസങ്ങൾ മാത്രമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് നമ്മുടെ മുമ്പിൽ ഇനി അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ അത്തരമൊരു സാഹചര്യമായത് കൊണ്ടാകാം ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ മണ്ഡലത്തിൻ്റെ ഒരു പൊതുവായ സാഹചര്യം പരിശോധിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ട പല രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ രംഗത്ത് വന്നുകൊണ്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന നിലയിലുള്ള സമീപനങ്ങൾ നിരന്തരമായി സ്വീകരിക്കുകയാണ്. ഇവിടെ ജനാധിപത്യ സമൂഹത്തിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. ജനാധിപത്യ സമൂഹത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ടാകും. വിമർശിക്കാൻ അവകാശമുണ്ട്, സമരം ചെയ്യാൻ അവകാശമുണ്ട്, പ്രതിഷേധിക്കാൻ അവകാശമുണ്ട്. പക്ഷെ ആ നിലയിലുള്ള ഇടപെടലല്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, കുറച്ച് മാസങ്ങളായി ഈ കോതമംഗലം നിയോജക മണ്ഡലത്തിൽ നടക്കുന്നത് എന്നുള്ളത് ഈ അവസരത്തിൽ പ്രത്യേകം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഇവിടെ പ്രാദേശികമായി നമ്മളിവിടെ സംഘടിപ്പിച്ച ഈ നവീകരിച്ച റോഡിൻ്റെ ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച ഈ സമ്മേളനം നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.